ഒടുവിൽ ഇത് തുറന്ന് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചപ്പോൾ ആളതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായി. ഇനി നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങൾക്കാണ് മാറ്റിക്കിട്ടുന്നത്? അല്ല, എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ? ഇത് മരിച്ചുകൊണ്ടിരുത്തിയതാണോ അതോ ഇയാളെ ജീവനോട് കുഴിച്ചു മൂടിയതാണെന്നുള്ള അറിയും. നമുക്ക് ദുരൂഹത ഒരുപാടുണ്ട് ജനങ്ങൾക്ക്. അപ്പം നമുക്കിത് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഈ സമാധി ഇരിക്കുന്ന പറഞ്ഞാൽ ഒരാൾക്കാരെ കൊണ്ട് ഇങ്ങനെ മരിച്ചെന്ന് സമാധി എന്ന് പറഞ്ഞ് ഇങ്ങനെ കല്ലറ കൊണ്ട് ഇരുത്തിയിട്ട് സ്ലാബിട്ട് മൂടിയാൽ മതി. ഒരാളെങ്കിലും ഒരു മരണ വീടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരു അയൽവാസിന്ന് അറിയണ്ടേ മരണപ്പെട്ടു. ഇതങ്ങനെ ആരും ഒരു പോസ്റ്റ് ഔട്ട് ചെയ്യുക, എൻ്റെ അച്ഛൻ മരിച്ചു സമാധിയിൽ, അങ്ങനെയുള്ള ഒരു ദുരൂഹത. അപ്പം ജനങ്ങൾക്ക് അതിൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ രീതിയിൽ അല്ല തുറക്കാൻ പറ്റൂല. ഇവിടെ വർഗീയ പ്രശ്നങ്ങളോ അല്ല വേറെ നമ്മളെ നാട്ടുകാരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ രാഷ്ട്രീയമില്ല, വർഗീയതയില്ല, ഒന്നുമില്ല. ഇവർ പറയുന്നത് പോലെ, ഈ മക്കൾ പറയുന്നത് പോലെ അവിടെ പോയി ഇരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതേ ഇരുന്ന അവസ്ഥയിലാണുള്ളത്. പക്ഷെ ഇരുത്തിയതാണോ അതോ സ്വയം പോയി ഇരുന്നതാണോ എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അല്ല, അതിൻ്റെ ജോലി പോലീസിനുള്ളതാണ്. ഇരുന്ന് മരിച്ചോ അതോ മരിച്ചതിന് ശേഷം കൊണ്ട് വെച്ചതാണോ അതിനകത്തിരുത്തിയാണോ അതൊക്കെ പോലീസ് അത് കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയമായ ഇതൊക്കെ ഉണ്ടല്ലോ, സംവിധാനങ്ങളുണ്ട്. അപ്പം അതനുസരിച്ച് പോവും, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് അറിയാമായിരുന്നു ഇയാൾ? പുള്ളി നമുക്കറിയാം, അല്ല നമ്മളെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ബന്ധങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ആളിനെ അറിയാം. ഇവരെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു കുടുംബമാണോ? ഇവിടെ നാട്ടുകാർ ഈ ക്ഷേത്രം അതായത് ഇത് ഇവിടെ വന്നതിന് ശേഷം ഈ യൂണിയനിൽ ഇവരൊക്കെ അവരുടെ യൂണിയനിൽ കൂടെ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പം ആ സമയത്ത് ഈ ഒരു ക്ഷേത്രം വന്ന് എല്ലാവരും സഹകരിച്ചു, നാട്ടുകാർ സഹകരിച്ചു. പിന്നെ ചെറിയ ചെറിയ ഒരു എന്താ പറയുക, അവർ ഈ ക്ഷേത്രത്തിൽ വേറെ ഇതൊക്കെ ആയപ്പോഴാണ് ഈ ആചാരങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നു. ആ സമയത്താണ് പിന്നെ നാട്ടുകാരുമായിട്ട് ചെറിയൊരു അകൽച്ച ഉണ്ടായത്. അതിനുശേഷം പിന്നെ സഹകരണം നാട്ടുകാരായിട്ട് കുറവായിരുന്നു. ഈ ആളെ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ കണ്ടിട്ട് കുറേ കാലമായി എന്നാണ് പറയുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ വരെ 3 വർഷമായി കണ്ടിട്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് അങ്ങനെ പറയുന്നുണ്ട്. ചിലർ പറയുന്നു തൊട്ടടുത്ത് അയൽവാസി പറഞ്ഞതുപോലും നമുക്ക് കേട്ടതാണല്ലോ. വിശ്വംഭരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണല്ലോ മാൻ മിസ്സിംഗ് കേസിന് പരാതി ആദ്യമായിട്ട് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞതും ഇത് അദ്ദേഹം പോലും അത് തൊട്ടടുത്ത വീട്ടിൽ കണ്ടിട്ടാണ് 3 മാസത്തിന് മേളിൽ എന്തോ ആയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഈ നാട്ടുകാർ കണ്ടിട്ടാണ് 2-3 വർഷം 2 വർഷം പലരും പല ഇതായിട്ട് പറയുന്നത്. അപ്പം നമ്മളിവിടെ കുറേ ദിവസമായി കണ്ടിട്ട് പിള്ളേരെ നമ്മൾ കാണാറുണ്ട്. ബൈക്ക് വഴി ജോലിക്ക് പോകുന്നു. രണ്ടാമത്തെ മൂത്ത ആൾ നേമത്താണ്. അയാൾ ഇന്നലെ രാത്രിയും പറഞ്ഞത് എന്തുവാ, ഞങ്ങളെല്ലാം കേട്ടിട്ട് നിൽക്കുകയില്ലേ. ഇപ്പം നല്ല കരുതി നമ്മൾ അതേ പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യം കോടതിയുടെ ഓർഡർ അനുസരിച്ച് എന്തായാലും അത് ഇവർക്ക് ബാക്കിയൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അത് അവരുടെ ഉദ്യോഗസ്ഥർ അതറിയാൻ എന്തായാലും അറിയാൻ പറ്റുമല്ലോ.